ഹലോ, നമുക്കിന്നൊരു ഈസി ആയിട്ട് 30 മിനിറ്റ്സ് ബൂം പാങ് സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയിട്ട് LCBയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കാനഡയുടെ ഒരു ബിവറേജ് ഷോപ്പ് എന്നൊക്കെ പറയാം. ഇവിടെ വൈൻ, ബിയേഴ്സ് ആൻഡ് വൈഡ് വെറൈറ്റീസ് ഓഫ് കുപ്പികൾ അവൈലബിൾ ആണ്. ഞങ്ങൾ ഇന്ന് എടുത്ത കുപ്പി എന്ന് പറയുന്നത് സെയിൻറ്റ് റമി എക്സോ ആണ്. സോ അതിൻ്റെ കൂടെ കളറാക്കാനായിട്ട് ബൂം പാങ്കിൻ്റെ ഒരു ചിക്കൻ കറി ട്രൈ ചെയ്യാനാണ് ഇന്ന് ഓർക്കുന്നത്. സോ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 ഓണിയൻ, പിന്നെ കുറച്ച് പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി. സോ ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറിലോട്ട് കുറച്ച് ഓണിയൻ, പച്ചമുളക്, മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കും. ചിക്കൻ ഞാൻ 4 തൈ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുവാണ്. 2 ഓണിയനും 1 ടൊമാറ്റോവും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ച ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 ടീസ്പൂണ്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും മല്ലിച്ചപ്പും കൂടെ ചേർന്ന് ആ ഒരു മിക്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനൊരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഉപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഈസി കറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഓൺലി ചിക്കൻ മസാല. സോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ അതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനിലോട്ട് നന്നായി ആ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതൊന്ന് സോട്ടായി വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ചിക്കനിൽ നിന്ന് അല്ലാതെ തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിഗ് ടൊമാറ്റോ ഞാൻ യൂസ് ചെയ്തത്. സോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 to 15 മിനിറ്റ്സിൽ നിങ്ങളുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാവും. 15 മിനിറ്റ്സ് ഫെർമെന്റ് ചെയ്തിട്ടുള്ള ഒരു അപ്പം റെസിപ്പിയാണിത്. അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിരുന്നു. സോ ഈസി ആയിട്ട് 30 മിനിറ്റ്സ് ഓർ അതിൽ താഴെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആയിരുന്നു. സോ താങ്ക്സ് ടു ബൂം പാങ്.